ഹായ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ കാര്യമാണ്. എങ്ങനെ എഫക്റ്റീവ് പാരൻറ്റിങ്ങിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പല പാരൻസും ടെൻഷൻ അടിച്ച് പറയാറുണ്ട്, ഏറ്റവും നല്ല സ്കൂളിൽ നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഫീസും ഒക്കെ കൊടുത്ത് നമ്മളെ കുട്ടികൾ പഠിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അവരെങ്ങനെയാണ് അവരുടെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും, മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവർ താഴ്ന്നു പോവോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവേ ഈ ഒരു സ്കൂൾ ലെവൽ എഡ്യൂക്കേഷന് ഒരു വലിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം കുട്ടികൾ നല്ല മിടുക്കരായി നല്ല ഒരു ടാലൻറ്റഡ് ആയിട്ട് പുറത്ത് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, ചില നല്ല സ്കൂളുകളിലെന്ന് പറയുമ്പം നല്ല ഒരു മോറൽ ടീച്ചിങ്, നല്ല ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും ഒരു കോൺഫിഡൻസ് കിട്ടുന്നതിനൊക്കെ ഹെൽപ്ഫുൾ ആണെന്നല്ലാതെ എല്ലാ കുട്ടികൾക്കും ഇൻഹെറൻ്റായിട്ട് എന്ന് നമ്മൾ പറയും. ഇൻഹെറൻറ്റ് മീൻസ് അവർക്ക് ജനിക്കുമ്പോൾ തന്നെ പ്രകൃതിയാ നാച്ചുറലി അവർക്ക് കിട്ടുന്ന ചില കഴിവുകളുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയും നല്ല സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ അവർ കഴിവുള്ളവരാണെങ്കിൽ ഏത് സ്കൂളിൽ പഠിച്ചാലും ആ കുട്ടികളുടെ DNA, അവരുടെ ആ ഒരു ജനറ്റിക് കോഡെന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിനെ അതുപോലെ തന്നെ ഡെവലപ്പായി വന്നോളും. ആ പാരൻസിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി നല്ല മിടുക്കരായിട്ട് അവർ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കോളേജ് അധ്യാപിക എന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ ഞാൻ പല കുട്ടികളെയും പല സ്കൂളുകളിൽ പഠിച്ച കുട്ടികളെയും ഒക്കെ നോക്കാറുണ്ട്, എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ്, അവരുടെ സ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും നല്ല സ്കൂളിൽ വന്നവരാണ് മിടുക്കരായിട്ട് വരുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി കുട്ടികളപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട്, കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ബേർഡൻ എടുത്ത് നമ്മുടെ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി ഏറ്റവും ഒന്നാമത്തെ സ്കൂളിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്കൂളിൽ തന്നെ ആക്കണം, എങ്കിലാണ് അവർ ഡെവലപ്പായി വരുള്ളൂ എന്നുള്ള തോന്നൽ ഒരു മിഥ്യാധാരണ മാത്രമാണ്. അതിന് നമ്മൾ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ സെയിം ടൈം വേറൊരു വശമുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കാതെ വിടുക എന്നുള്ളതല്ല, പാരൻസ് മാക്സിമം കുട്ടികളെ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും വായനയുടെ ലോകത്തോട്ട് അവരെ കൊണ്ടുവരണം. അതിപ്പോൾ അവരുടെ മദർ ടങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലും ഏതാണ് അവർക്ക് കൂടുതൽ എളുപ്പം ആ ലാംഗ്വേജിലുള്ള ബുക്സ്, ധാരാളം നല്ല ബുക്സൊക്കെ അവർക്ക് ആദ്യം വായിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അവർക്കൊരു വായന നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ നല്ല മിടുക്കരായിട്ട് വളരും എന്ന് മാത്രമല്ല, അവർക്ക് പല സ്ട്രഗിൾസും പല പ്രതിസന്ധികളും ഓവർകം ചെയ്ത് കുട്ടികൾ ഡെവലപ്പായി വരും. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. സോ വായന ചെറുതിലേ തന്നെ കുട്ടികൾക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ ശ്രദ്ധിക്കണം. അതേ സെയിം ടൈം ഇതൊരു കമ്പൽഷൻ അല്ല, അതൊരു വിനോദമാണ്. പാരൻസൊക്കെ നല്ലപോലെ റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ